പാണക്കാട്ടെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ ആളിക്കത്തി പിണറായിയുടെ പാണക്കാട് വിമർശനം. സാദിഖലി തങ്ങളെ പിണറായി അളക്കേണ്ട എന്ന് ലീഗ് നേതാക്കൾ തിരിച്ചടിച്ചു. പിണറായിക്കും കെ സുരേന്ദ്രനും ഒരേ സ്വരമെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. എന്നാൽ രാഷ്ട്രീയ വിമർശനത്തെ വർഗീയവത്കരിക്കുന്നത് എന്തിനെന്നാണ് CPIM-ന്റെ ചോദ്യം. അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖലി തങ്ങളെ പോലെയല്ല. സാദിഖലി തങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയെയും ഒരേ തോതിൽ എതിർക്കുക എന്ന CPIM-ന്റെ പുതിയ അടവ് നയത്തിന്റെ ഭാഗമായിരുന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പേരെടുത്ത് വിമർശിച്ചുള്ള പിണറായി വിജയന്റെ പാലക്കാട്ടെ പ്രസംഗം. സാദിഖലി തങ്ങളെ വിമർശിച്ചത് ലീഗ് കേന്ദ്രങ്ങളെ പ്രകോപിതമാക്കി. പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ട എന്ന് ലീഗ് മുഖപത്രമായ ചന്ദ്രിക വിമർശിച്ചു. പാണക്കാട് തങ്ങളെ വിമർശിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞു. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരവും ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. കാരണം പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്. ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. മനസ്സിലായിട്ടല്ലോ നിങ്ങൾക്ക്? പിണറായിയുടെ പ്രസംഗം ആയുധമാക്കി കോൺഗ്രസും രംഗത്തെത്തി. സാദിഖലി തങ്ങളെ വിമർശിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച കെ സുരേന്ദ്രനും പിണറായി വിജയനും ഒരേ സ്വരമാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ഇന്നിപ്പോ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു, തങ്ങളെ എന്താ വിമർശിക്കാൻ പാടില്ലേ? തങ്ങളെ വിമർശിക്കും. അപ്പോൾ ഇവിടെ പിണറായിയുടെ ശബ്ദവും BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദവും ഒരേ ശബ്ദമാണ്. ലീഗ് സംസ്ഥാന അധ്യക്ഷനെ രാഷ്ട്രീയമായി വിമർശിക്കുന്നതിന് മതച്ഛായ നൽകുന്നത് എന്തിനെന്ന ചോദ്യമാണ് CPIM ഉയർത്തുന്നത്. രാഷ്ട്രീയ വിമർശനത്തെ ലീഗ് വർഗീയവത്കരിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി സാദിഖലി തങ്ങളെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് AK ബാലൻ പറഞ്ഞു. 2 വോട്ടിനു വേണ്ടി മതത്തെ രാഷ്ട്രീയത്തിൽ ഇടകലർത്തുന്ന KM ഷാജിയുടെ വെല്ലുവിളി തള്ളിക്കളയുന്നുവെന്നും ബാലൻ പറഞ്ഞു. ഇത് മതത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള വൃത്തികെട്ട ഒരു ഗൂഢാലോചനയാണ് ഷാജി നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു 2 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയാണ് മതബോധത്തെ, വിശ്വാസത്തെ രാഷ്ട്രീയത്തിലേക്ക് കടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തിയ ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ന തന്ത്രപരമായ പ്രതികരണമാണ് കാന്തപുരം AP വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളും പറയും. പാലക്കാട്ടെ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് പിണറായി നടത്തിയ പരാമർശം കേവലം യാദൃശ്ചികമല്ല. ഉള്ളലകൾ ഉണ്ടാക്കുന്ന ആ പരാമർശം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഉപയോഗിക്കുകയാണ് UDF-ഉം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.